നമസ്കാരം. സിദ്ധന്മാർ എന്നാൽ സിദ്ധി ലഭിച്ചവർ. ചിത്തം അതായത് മനസ്സ് തെളിഞ്ഞിരിക്കുന്നവരാണ് സിദ്ധന്മാർ. ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഭക്തൻ എന്നതുപോലെ ഭഗവാനെ കണ്ട് മനസ്സ് തെളിഞ്ഞവൻ സിദ്ധൻ. തമിഴ്നാട്ടിൽ പ്രശസ്തി പെറ്റ 18 സിദ്ധന്മാരിൽ ഒരാളെന്ന് പറയപ്പെടുന്ന പിന്നാക്കീശർ സിദ്ധരെപ്പറ്റി മനസ്സിലാക്കാം. പിന്നാക്കീശർ സിദ്ധർ, പുണ്ണാക്കീശർ സിദ്ധർ, ചെന്നിമല സിദ്ധർ, തന്നാസി അപ്പർ എന്നിങ്ങനെ പല നാമങ്ങൾ പിന്നാക്കീശർ സിദ്ധർക്കുണ്ട്. ഇദ്ദേഹത്തിന്റെ നാക്ക് പാമ്പിന്റെ നാക്കുപോലെ രണ്ടായി പിളർന്ന് ഇരട്ടെ നാക്കുപോലെ കാണപ്പെടുന്നതിനാലും തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തർക്ക് നാക്കുമടക്കി അരുൾവാക്ക് പറയുന്നതിനാലും പിന്നാക്കീശർ എന്നും പിണ്ണാക്കീശർ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. നുണ പറയുന്നവരുടെ നാക്ക് പുണ്ണാക്ക് എന്ന് അദ്ദേഹം പറയുന്നതിനാൽ അദ്ദേഹത്തിന്റെ നാമം കാലക്രമേണ പുണ്ണാക്ക് സിദ്ധർ എന്നായി മാറി. പിന്നാക്കീശർ വൈകാശി മാസം ചിത്ര നക്ഷത്രം 2-ാം പാദത്തിൽ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്നയാൾ എന്ന് കരുവൂരാർ വാദകാവ്യത്തിലുണ്ട്. അദ്ദേഹം ശിവനരുളാൽ കന്യകയായ ഒരു ഇടയ സ്ത്രീയുടെ വയറ്റിൽ കർണാടകയിൽ പിറന്ന തമിഴ് പണ്ഡിതൻ എന്ന് ബോഗർ സിദ്ധരുടെയും അഗസ്ത്യരുടെയും പുസ്തകങ്ങളിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട അഭിധാന ചിന്താമണി എന്ന പുസ്തകത്തിലും കരുവൂരാർ പലതിരട്ട് 300 എന്ന പുസ്തകത്തിലും 18 സിദ്ധന്മാരുടെ പട്ടികയിൽ പിന്നാക്കീശർ സിദ്ധരുണ്ട്. തിരുവണ്ണാമല ഗിരിവലപ്പാതയിൽ ഇടയ്ക്കാടർ സിദ്ധർ കുടിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 18 സിദ്ധന്മാരിൽ പിന്നാക്കീശർ സിദ്ധരുടെ പേരില്ല. പിന്നാക്കീശർക്ക് പിതാവില്ല. പിന്നാക്കീശർ സിദ്ധരുടെ മാതാവ് തികഞ്ഞ ഈശ്വരഭക്ത. എപ്പോഴും കോവിലിൽ തങ്ങി ഭഗവത് വഴിപാടിൽ മുഴുകിയിരിക്കും. അവിടെ ലഭിക്കുന്ന പ്രസാദം മാത്രമാണ് ഭക്ഷണം. ചെറുപ്രായത്തിലെ കോവിലിൽ തന്നെ അധിക സമയം ചിലവഴിച്ചതിനാൽ പിന്നാക്കീശർക്ക് യാതൊരു ദുശീലത്തിനും അവസരമുണ്ടായില്ല. മാതാവിന്റെ മരണശേഷം അദ്ദേഹം തീവ്ര ശ്രീകൃഷ്ണ ഭക്തനായി മാറി. ഒരു അത്തിമരത്തിന്റെ വലിയ പൊത്ത് വീടായി കണക്കാക്കി എപ്പോഴും അതിനുള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പതിവാക്കിയിരുന്നു. വിശപ്പ് സഹിക്കാതാവുമ്പോൾ ഗോപാല ഗോപാല എന്ന് അദ്ദേഹം ഭഗവാനെ വിളിച്ചു കരഞ്ഞു. അത് കേട്ട് ആരെങ്കിലും ഒരു പഴമോ സ്വല്പം പാലോ കൊടുത്താൽ അത് ഭക്ഷിക്കും. ഒരു നാൾ പാമ്പാട്ടി സിദ്ധർ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മരപ്പൊത്തിലിരിക്കുന്ന പിന്നാക്കീശർ സിദ്ധരെ വിളിച്ച് അദ്ദേഹത്തെ തന്റെ കൈകളാൽ തൊട്ട് സ്പർശദീക്ഷയും കാലുകളാൽ സ്പർശിച്ച് തിരുവടി ദീക്ഷയും കണ്ണുകളാൽ നയനദീക്ഷയും കൊടുത്തു. ലോക നന്മ നിന്റെ ലക്ഷ്യമായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി. കണ്ണനെ വിചാരിച്ച് കടും തപസ്സനുഷ്ഠിച്ച പിന്നാക്കീശർക്ക് അഷ്ടസിദ്ധികൾ ലഭിച്ചു. പിന്നാക്കീശർ ഒരു മൗനനിലയിലിരിക്കുന്ന സിദ്ധർ. അദ്ദേഹം അടിക്കടി ആകാശമാർഗം ശിവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും പുണ്യനദീതടങ്ങളിൽ ധ്യാനം ചെയ്യുന്നതും ശീലമാക്കിയ സിദ്ധർ. അദ്ദേഹം ഒരു നാൾ ഗഗനമാർഗം സഞ്ചരിക്കുമ്പോൾ പുണ്യഭൂമിയായ ചെന്നിമല കണ്ട് തനിക്ക് ധ്യാനിക്കാൻ പറ്റിയ ഇടമായി കണക്കാക്കി ഇവിടെ ഇറങ്ങി എന്നാണ് പറയുന്നത്. വേറൊരു കഥ പ്രകാരം അദ്ദേഹം ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ വള്ളിയും ദേവയാനിയും ശ്രീമുരുകനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ മനുഷ്യരൂപത്തിൽ ഈ മലയിൽ വസിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇവിടെ ഇറങ്ങി ശ്രീമുരുകനെ ചെന്നിമലയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നതാണ്. ഇടക്കാലത്ത് അദ്ദേഹം കേരളത്തിൽ നാങ്കുണച്ചേരി എന്ന ഗ്രാമത്തിലേക്ക് ചെന്നതായും തകരം പോലെയുള്ള താഴ്ന്നതരം ലോഹത്തെ തങ്കമാക്കുന്ന രസവിദ്യയും ഉടൽ കായകൽപ്പമാക്കുന്ന വിദ്യയും പഠിച്ചു എന്നും വിവരങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കി അവസരവാദികളായ ചില ചെറുപ്പക്കാർ അദ്ദേഹത്തെ തേടിയെത്തി ശിഷ്യരാകാൻ താല്പര്യപ്പെട്ടെങ്കിലും ജ്ഞാനദൃഷ്ടിയാൽ കാര്യം മനസ്സിലാക്കിയ സിദ്ധർ തനിക്ക് ശിഷ്യന്മാർ ആരും തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച് ഒരു മരപ്പൊത്തിൽ താമസിച്ചു വന്നതായും പറയപ്പെടുന്നു. പിന്നാക്കീശർ സിദ്ധർ ചെന്നിമലയിലെ ഒരു അത്തിമരപ്പൊത്തിൽ താമസിച്ചിരുന്ന കാലത്ത് സ്ഥിരം മൂലാധാര ഗണപതിയെ പൂജ ചെയ്തു വന്നതായി പറയപ്പെടുന്നു. എപ്പോഴും ചിന്തിച്ചിരിക്കുകയും വളരെ കുറച്ച് മാത്രം തന്നെ കാണാനെത്തുന്ന ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിനുടമയായിരുന്നു പിന്നാക്കീശർ സിദ്ധർ. മച്ചമുനിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനി. ഒരു പ്രാവശ്യം ശിവധ്യാനത്തിൽ അമർന്ന അദ്ദേഹത്തിന് രോഗമില്ലാത്ത ജീവിതമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന ഉൾവിളി കിട്ടി. ആ തിരിച്ചറിവിൽ നിന്ന് രോഗികളായ ആളുകളെ സുഖപ്പെടുത്തണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നാക്കീശർ സിദ്ധരെ കാണാനെത്തുന്ന രോഗികളിൽ ചിലർക്ക് അദ്ദേഹത്തെ കണ്ടതും രോഗം മാറി, ചിലർക്ക് അദ്ദേഹം തൊട്ടതും അസുഖങ്ങൾ പമ്പ കടന്നു. സിദ്ധർ കൊടുത്ത മണ്ണ് ഭക്ഷിച്ച രോഗികൾക്ക് അത് ശർക്കരയുടെ രുചി തോന്നി രോഗം മാറി. അതോടെ അദ്ദേഹത്തെ തേടി ആയിരക്കണക്കിന് ആളുകൾ വരാൻ ആരംഭിച്ചു. ചെന്നിമലയിൽ അദ്ദേഹം വളരെ കാലം ജീവിച്ചതിനാൽ ചെന്നിമല സിദ്ധർ എന്നറിയപ്പെട്ടു. കന്തഷഷ്ടി കവചം അരങ്ങേറ്റം നടന്ന ചെന്നിമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് പിൻവശത്തായി കുറച്ച് പടികൾ കയറി മേലെ പോയാൽ മല ഉച്ചിയിലാണ് പിന്നാക്കീശർ സന്നിധി. അവിടെ പിന്നാക്കീശർ ധ്യാനം ചെയ്തതായി പറയപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരു ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്നു. ഗുഹ വീതി കുറവുള്ളതിനാലും ദൂരം ഗണിക്കാൻ പറ്റാത്തതിനാലും ഒരു കമ്പിവാതിൽ കൊണ്ട് ഗുഹ അടച്ചു വച്ചിരിക്കുന്നു. അതിനടുത്തായി ഭക്തർക്ക് ധ്യാനിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഈ ഗുഹയിലൂടെ പഴനിമുരുകനെ കാണാനും ബോഗർ സിദ്ധരുമായി സംവേദിക്കാനും പിന്നാക്കീശർ പോയിരുന്നു എന്നാണ് പറയുന്നത്. അതിനടുത്തുള്ള പ്രധാന സന്നിധിയാണ് പിന്നാക്കീശർ മുക്തിസ്ഥലം. ജീവസമാധി അല്ലാത്തതിനാൽ സിദ്ധരുടെ ഒരു പ്രതിഷ്ഠ മാത്രമാണ് അവിടെയുള്ളത്. ചെന്നിമലയിൽ വസിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് കിട്ടിയ സ്വപ്നദർശന പ്രകാരമാണ് സിദ്ധരെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് ആഗ്രഹസിദ്ധി വേഗത്തിലാണെന്നാണ് വിശ്വാസം.
ഒരു വൈകാശി മാസം ഉത്തരനക്ഷത്രത്തിൽ സിദ്ധർ ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങി മുക്തിനിലയടഞ്ഞു എന്നാണ് വിവരങ്ങൾ. സിദ്ധർ മുക്തിനിലയിലേക്ക് ഉയർന്നതിന് ശേഷം അദ്ദേഹം തപസിരുന്ന മരത്തെ ജനങ്ങൾ സിദ്ധരെ പോലെ കരുതി പൂജിച്ചു വന്നിരുന്നു. കാലപ്പോക്കിൽ നശിച്ചുപോയിരുന്ന മരം പിന്നീട് തളിർത്തു എന്നാണ് പറയുന്നത്. ആ മരത്തിന്റെ ഇലകൾ പറിച്ചുകൊണ്ടുപോയി കഷായം വെച്ച് കുടിച്ചാൽ രോഗങ്ങൾ മാറും എന്ന വിശ്വാസം ഇപ്പോഴും ഭക്തന്മാർക്കിടയിലുണ്ട്. സന്നിധിക്ക് പുറത്തുള്ള മണ്ഡപത്തിൽ കാവൽ ദൈവവും സിറഗിരി പുരാണം രചിച്ച ശരവണമാമുനികളുടെ ജീവസമാധിയുമുണ്ട്. ജീവസമാധിക്ക് മുകളിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ സന്നിധി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ തുറന്നിരിക്കും. പ്രദോഷം, അമാവാസി, ചൊവ്വ, വെള്ളി ദിവസങ്ങളും വൈകാശി ചിത്ര നക്ഷത്രത്തിൽ നടക്കുന്ന ഗുരുപൂജയും ഇവിടെ വിശേഷപ്പെട്ടതാണ്. കോയമ്പത്തൂർ ജില്ലയിൽ പെരിയനായിക്കമ്പാളയത്തിനടുത്ത് ശെൽവപുരം എന്ന ഗ്രാമത്തിൽ പിന്നാക്കീശർ തന്നാസിയപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 5 നില രാജഗോപുരത്തോടെ മനോഹരമായ തന്നാസിയപ്പർ കോവിലിൽ മുഖമണ്ഡപം, അർദ്ധമണ്ഡപം കഴിഞ്ഞാൽ പ്രധാന സന്നിധിയിൽ തന്നാസിയപ്പരാണ് മൂലവരായി കുടികൊള്ളുന്നത്. എതിരിൽ നന്ദിയുമുണ്ട്. ചെന്നിമല പോലെ ഇവിടവും അദ്ദേഹം തപസ് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൽ 1000ഓളം വർഷം പഴക്കം കണക്കാക്കപ്പെട്ട വലിയ ആൽമരമുണ്ട്. ആ ആൽമരത്തിനിടയിൽ സിദ്ധരുടെ ഒരു പ്രതിഷ്ഠ വെച്ചിരിക്കുന്നു. ആ ആലിനിടയിൽ അദ്ദേഹം ശിവമുക്തി അടഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ഉള്ളത് ജീവസമാധിയല്ല എന്നാണ് വിവരങ്ങൾ. ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിലിരുന്ന് ഭക്തർ പ്രാർത്ഥനകളോടെ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ച് 2 കൈകളും സ്വല്പം അകത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. വിചാരിച്ച കാര്യം സാധിക്കുമെങ്കിൽ ആ 2 കൈകളും കാന്തിക ശക്തിയാൽ എന്ന പോലെ ചേരും എന്നാണ് വിശ്വാസം. ഈ പ്രദേശത്തിനടുത്തുള്ള കട്ടാഞ്ചി മലയിൽ തന്നാസിയപ്പർ തപസ് ചെയ്ത ഗുഹ ഒന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആഞ്ജനേയർ, വിനായകർ, ശ്രീമുരുകൻ, നാഗദൈവങ്ങൾ, 18 സിദ്ധന്മാരുടെയും പ്രതിഷ്ഠകൾ, നായിഡു വംശജരുടെ കുലദൈവമായ പാവാത്തമ്മൻ, കാലഭൈരവർ, വലിയൊരു ശിവലിംഗം, നന്ദി എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളും ഭക്തർക്ക് ധ്യാനിക്കാൻ ധ്യാനമണ്ഡപവും ഉണ്ട്. വളരെ വൃത്തിയായി പരിപാലിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രദോഷം, അഷ്ടമി, ഗുരുപൂജ എന്നിവയെല്ലാം ഗംഭീരമായി നടക്കുന്നു. 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ ദിനവും അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്നിരിക്കും. ഇവിടുത്തെ ക്ഷേത്രവൃക്ഷം ആൽമരവും തീർത്ഥം ശിവഗംഗാ തീർത്ഥവുമാണ്. മൂപ്പുസൂത്രം, ജ്ഞാനപ്പാൽ, മെയ്ജ്ഞാനം, യോഗപാടൽ എന്നിങ്ങനെ പല പുസ്തകങ്ങൾ പിന്നാക്കീശർ സിദ്ധർ രചിച്ചിട്ടുണ്ട്. ഒരുവൻ അണിഞ്ഞിരിക്കുന്ന കോണകം പോലും ഭഗവാന്റെ ദാനം എന്നും മരിക്കുമ്പോൾ അതുപോലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നെല്ലാം തൻ്റെ കവിതകളിൽ പാടി മനുഷ്യ സമൂഹത്തെ ദ്രവ്യങ്ങളിന്മേലുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ പ്രയത്നിച്ച സിദ്ധരാണ് പിന്നാക്കീശർ സിദ്ധർ. തൻ്റെ കവിതകളിൽ കുദംബെ സിദ്ധർ കുദംബെ എന്ന് പാടിയിരിക്കുന്നത് പോലെ ഭഗവതി മനോന്മണിയമ്മനെ വെച്ചാണ് പിന്നാക്കീശർ പാടിയിരിക്കുന്നത്. കേരളത്തിൽ ഉള്ള നാങ്കുണാച്ചേരി എന്ന പ്രദേശത്ത് പിന്നാക്കീശർ സമാധി കൊണ്ടതായി ബോഗർ സിദ്ധർ തൻ്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചതായി പറയപ്പെടുന്ന കാലം 1700 വർഷങ്ങൾ. ഈ സിദ്ധർ ശുക്രനെ പ്രതിഫലിപ്പിക്കുന്നതായി ഒരു വിശ്വാസമുള്ളതിനാൽ ശുക്രദോഷമുള്ളവർ ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.